നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഉപദേശം വല്ലാത്തൊരു ഉപദേശമാണെന്നും അത് രാഷ്ട്രീയക്കാർക്കും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്കും എന്നും നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു മഹത്തായ സന്ദേശമാണ് നൽകുന്നത് എന്നുമൊക്കെയാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ്റെ വാക്യം പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഉപദേശം എന്താണ്? അതായത് ഒരു കള്ളനായാൽ പോരാ, പഠിച്ച കള്ളനാകണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ജാഗ്രത പുലർത്തണമായിരുന്നു. ഞാനും ഇതുപോലെ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇത്രമാത്രം പ്രശ്നമായിട്ടില്ല. അപ്പോൾ അത്തരം കൂടിക്കാഴ്ചകളൊന്നും അത്ര മോശമായ കാര്യമല്ല, പക്ഷെ അതിനെല്ലാം ജാഗ്രത പുലർത്തണം. എന്ന് വെച്ചാൽ ഒളിച്ചു വയ്ക്കണം, ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ മറയിടണം, അണികളുടെ മുന്നിൽ മറയിടണം. അണികൾക്ക് മുന്നിൽ ജാവദേക്കർക്കെതിരായിട്ടും BJPക്കെതിരായിട്ടും അതിശക്തമായ പ്രസംഗങ്ങൾ നടത്തണം. അവരെ BJP വിരുദ്ധരും ജാവദേക്കർ വിരുദ്ധരും മോഡി വിരുദ്ധരുമായിട്ട് ഇങ്ങനെ വളർത്തിയെടുക്കണം. അതേസമയം നമ്മൾ രഹസ്യമായിട്ട് ഈ അണികളൊന്നും അറിയാതെ അണികളുടെ മുഖത്ത് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നമ്മൾ ഇവരുമായിട്ടെല്ലാം ചർച്ച നടത്തുമ്പോൾ അത്രമാത്രം ജാഗ്രത പുലർത്തണം. അതാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശം. ആ ഉപദേശത്തെയാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ വല്ലാത്ത സന്ദേശമാണ് നൽകുന്നത്. മാധ്യമപ്രവർത്തകർക്ക് പോലും അനുകരിക്കാൻ പറ്റുന്ന നല്ലൊരു ഉപദേശമാണ് എന്ന് പറയുന്നത്. നോക്കണേ, രാഷ്ട്രീയത്തിലെ കള്ളത്തരത്തെ ഇത്രമാത്രം പച്ചയായി ന്യായീകരിക്കുന്ന ഒരു ന്യായീകരണം മറ്റൊന്നുണ്ടോ? കേരളത്തിൽ ഇപ്പോൾ വലിയ പ്രബുദ്ധമായ നാടാണ് കേരളം എന്ന് പറയുന്നു. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വല്ലാത്ത പോളിംഗ് ശതമാനം കുറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് കുറഞ്ഞത്? ചൂടാണ് എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ ചൂട് മാത്രമാണോ? ജനങ്ങൾക്ക് രാഷ്ട്രീയത്തോട് വൈമുഖ്യം വന്നിരിക്കുന്നു, രാഷ്ട്രീയത്തെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. എന്താണ് അതിന് കാരണം? ഒന്ന്, നമ്മൾ കുറെ കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന നല്ലൊരു ആശയം, അതിലെ പ്രധാനപ്പെട്ട നമ്മൾ വിഗ്രഹങ്ങളുമായി കൊണ്ടു നടന്ന കുറെ നേതാക്കൾ, ഇവരെല്ലാം വെറും കള്ളന്മാരാണെന്നും അവരുടെ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി മാത്രം അവരുടെ മക്കളുടെയും കൊച്ചുമക്കൾക്കും വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് നമ്മളെ ഇത്രയും കാലം ഉപയോഗിച്ചതെന്നുമുള്ള തിരിച്ചറിവും ആ ബോധവും വന്നതാണ് പലർക്കും ഈ രാഷ്ട്രീയത്തോട് വിരക്തി തോന്നാൻ കാരണവും വോട്ട് ചെയ്യാൻ വരാത്തതിന് കാരണവും. മാത്രമല്ല, ഈ പ്രത്യയശാസ്ത്രം, നമ്മൾ കൊണ്ടു നടന്ന പ്രത്യയശാസ്ത്രം ചങ്കിന്റെ ചോരയുള്ളതാണ് എന്നൊക്കെ വിശ്വസിച്ച പ്രത്യയശാസ്ത്രം യാതൊരു പൊള്ളയാണെന്നുള്ള തിരിച്ചറിവും അവരെ രാഷ്ട്രീയ വിരോധികളാക്കി മാറ്റുന്നു. അങ്ങനെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറും ഒരു അവരവരുടെ പിഴപ്പിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളൊരു ബോധം, അതിനെ അരാഷ്ട്രീയവാദം എന്ന് പറയാൻ കഴിയില്ല. അരാഷ്ട്രീയവാദമല്ല, രാഷ്ട്രീയവാദം തന്നെയാണ്. കാരണം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഉപദേശിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ശത്രുക്കളെയും നിങ്ങൾ എതിർക്കുന്നവരെയും ഒക്കെ നിങ്ങൾ പോയി രഹസ്യമായി കണ്ടുകൊള്ളൂ, പക്ഷേ അത് രഹസ്യമായിരിക്കണം, പരസ്യമാകരുത്. പരസ്യമാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. അതിനുള്ള ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ, അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം നുള്ളിക്കളഞ്ഞിട്ട് വേണം, അതിനെല്ലാം മറച്ചു വച്ചിട്ട് വേണം നിങ്ങൾ ഈ രഹസ്യ ബാന്ധവങ്ങൾ നടത്തേണ്ടത്, അന്തർധാരകൾ നടത്തേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി ഉപദേശിച്ചിരിക്കുന്നത്. അതാണ് ഇ.പി. ജയരാജന് പറ്റിയതും. ജയരാജൻ അതിലാണ് വീണിരിക്കുന്നതും. അദ്ദേഹം ജാഗ്രത പുലർത്തിയില്ല എന്ന് പറയുമ്പോൾ അതാണ് കാണുന്നത് എന്നതാണ് ആ ഒരു ഉപദേശത്തിൽ നിന്ന് കാണുന്നത്. രണ്ടാമത്, ജയരാജൻ പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്. അതായത്, ഒരാളിനെ ഞാൻ ഒരു ദിവസം കാണുമ്പോൾ എൻ്റെ രാഷ്ട്രീയം മാറുമോ എന്ന് ജയരാജൻ ചോദിച്ചു. പ്രിയപ്പെട്ട ജയരാജ, താങ്കളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്തത് എന്താണ്? NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ലോക്സഭാ അംഗം, ഈ ലോക്സഭയുടെ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, വരൂ നമുക്ക് പോയി ഒരു ചായ കുടിക്കാം എന്ന് പറഞ്ഞപ്പോൾ, പോവുക, തന്നോടൊപ്പം ഞാൻ ചായ കുടിക്കാൻ വരില്ല എന്ന് പറഞ്ഞ് നിഷേധനം കാണിക്കണമായിരുന്നു? അതോ മര്യാദയ്ക്ക് പോയി അദ്ദേഹം ഒരു ആതിഥ്യ മര്യാദ അനുസരിച്ച് പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ പോയിരുന്ന് ചായ കുടിക്കണമായിരുന്നു? അങ്ങനെ പോയി ചായ കുടിച്ചതിന് നിങ്ങൾ എന്ത് മാത്രം അനാവശ്യമാണ് ആ രാഷ്ട്രീയ പ്രവർത്തനെ കുറിച്ച് പറഞ്ഞത്? നിങ്ങളുടെ ഈ DYFIക്കാരെ കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിട്ടില്ലേ? അങ്ങേരുടെ പോകുന്നിടത്തെല്ലാം പ്രതിഷേധം പറഞ്ഞില്ലേ? ഇവൻ കള്ളനാണ്, ഇവൻ ഇതാ പോകുന്നു, ഇവൻ BJPയിൽ പോകുന്നു എന്ന് പറഞ്ഞില്ലേ? പണ്ട് ഈ ഷിബു ബേബി ജോൺ അവിടെ പോയി ഒരു കാര്യം കാണാൻ വേണ്ടി ഗുജറാത്തിൽ പോയപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി ഒന്ന് കണ്ടേക്കാം, അല്ലെങ്കിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി കണ്ടേക്കാന്ന് പറഞ്ഞ് കാണാൻ പോയപ്പോൾ നിങ്ങൾ എന്തൊക്കെ അനാവശ്യമാണ് അയാളെ കുറിച്ച് പറഞ്ഞത്? അതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു വാക്കിനെ കൂടി ഞാൻ കൂട്ടി യോജിപ്പിക്കാൻ തോന്നുന്നത്.
കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് മുഖ്യമന്ത്രി അടുത്ത കാലത്ത് പറഞ്ഞത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നു എന്നത് നമ്മൾ കാണേണ്ടതാണ്. എന്തായാലും ഏറ്റവും അധികം പാപ്പരത്വമായിരിക്കുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നു CPM എന്നത് വ്യക്തമായിരിക്കുന്നു. പ്രതിരോധം നടത്തിയിട്ടും പ്രതിരോധിച്ചിട്ടും യാതൊരു പ്രയോജനമില്ലാതെ രണ്ട് കൈയും കാലും വിട്ട് വെള്ളത്തിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന ഒരു CPM തന്നെയാണ് നമ്മൾ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കൂടി വരുമ്പോൾ നമുക്ക് വ്യക്തമാകും CPM-ന്റെ ഗതികേട് എന്താണെന്ന്.